അഡ്വക്കേറ്റ് ബി.ജെ. വിഷ്ണു, മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ അദ്ദേഹം അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്കതിൻ്റെ ഒരു ടെക്നിക്കൽ വശങ്ങളിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. റിയാസിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ആദ്യം അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് തന്നെ കടക്കാം. ഒന്നാമത്തെ കാര്യം, ഈ കേരള പോലീസിൻ്റെയോ സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെയോ യാതൊരു സഹായവുമില്ലാതെ, അവരുടെ അറിവ് പോലുമില്ലാതെ പൂർണ്ണമായും കേന്ദ്രസേനയുടെ ഒരു പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് റെയ്ഡ് നടത്തിയത്. ഏത് സാഹചര്യത്തിലായിരുന്നു അത്തരമൊരു റെയ്ഡിലേക്ക് കടന്നത്? അതിൻ്റെ ഒരു അടിയന്തര പ്രാധാന്യം എന്തായിരുന്നു? കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത, സമാനതകളില്ലാത്ത അഴിമതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ നടന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സ്വന്തം അധികാരസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് കിട്ടേണ്ട കൈക്കൂലി സ്വന്തം മകളെ അവിടെ കൺസൾട്ടൻ്റായി നിയമിച്ചുകൊണ്ട് അക്കൗണ്ടിലൂടെ വാങ്ങിച്ച് അത് നിയമപരമായി ഒരു സർവീസിന് വാങ്ങുന്നു എന്ന തരത്തിലേക്ക് എത്തിക്കാനുള്ള അതിശ്രമകരമായ ബൗദ്ധിക നിലവാരം, കമ്മ്യൂണിസ്റ്റുകാരുടെ ബൗദ്ധിക നിലവാരമാണ് ED പൊളിച്ചടുക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ കേന്ദ്രസേന അന്വേഷണത്തിന് വരുമ്പോഴും റെയ്ഡിന് വരുമ്പോഴുമൊക്കെ എപ്പോഴും സ്റ്റേറ്റ് പോലീസിന് ഇൻഫോം ചെയ്യണമെന്നുമില്ല. പ്രത്യേകിച്ച് ഈ റിയാസിനെ പോലുള്ള വലിയ പ്രബലന്മാരാണല്ലോ ഈ അന്വേഷണത്തിനല്ലേ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട പോലീസുകാരൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം കേന്ദ്രസേന അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതിൻ്റെ മറ്റ് അകത്തലങ്ങളിലെ സാങ്കേതിക വശത്തെക്കുറിച്ച് പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. കാരണം പക്ഷേ ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മുൻ മന്ത്രിമാർ ഇവരെയൊക്കെ അന്വേഷിച്ച് EDO മറ്റ് കേന്ദ്ര ഏജൻസികൾ എത്തുമ്പോൾ അവരൊക്കെ എത്തുന്നതിന് വിവരം ഇവർക്കറിയാമെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ചോർന്നു പോകാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് കേന്ദ്രസേന ചിലപ്പോൾ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടാകും. പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ എത്ര നിസ്സാരവൽക്കരിച്ചാണ് ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞു പോകുന്നത്. വളരെ ലളിതമായി, ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, അവർ ബിടെക്കാണ്, ബിടെക്കുകാർക്ക് ജോലി ചെയ്യാൻ പാടില്ലെന്ന് ആര് പറഞ്ഞു? ബിസിനസ് ചെയ്യാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? അങ്ങനെയൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായി കൈക്കൂലി അക്കൗണ്ടിലൂടെ വാങ്ങിച്ചു. അത് പിടിക്കപ്പെട്ടപ്പോൾ GST അടച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ പണത്തിന് GST അടച്ചിട്ടുണ്ട്. ഈ GST അടച്ച് വെച്ചാൽ കള്ളപ്പണം വൈറ്റ് മണി ആവുമോ? അതൊക്കെ അദ്ദേഹത്തിൻ്റെ അറിവ് മാത്രമാണ്. പൊതുസമൂഹത്തിന് ഇതൊന്നും ഒരിക്കലും ദഹിക്കുന്ന കാര്യങ്ങളോ ഇതൊന്നും അഴിമതി അല്ല എന്ന് അദ്ദേഹം വരുത്തി തീർക്കാൻ സംഘടിതമായി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷമാണല്ലോ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. അപ്പോൾ റെയ്ഡ് നടത്തിയപ്പോൾ എന്തിനാണ് ഇത്രയും വലിയ സംഭവം കലുഷിതമാക്കി CPM അക്രമം അഴിച്ചുവിട്ടല്ലോ? ഏതെങ്കിലും ED റെയ്ഡ് കേരളത്തിൽ നടന്നപ്പോൾ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചില ബംഗാളിലെ കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പല കോണുകളിലും ED റെയ്ഡ് നടക്കുമ്പോൾ ED ഉദ്യോഗസ്ഥരെയോ അതിൻ്റെ സംവിധാനങ്ങളൊന്നും ആക്രമിക്കാറില്ല. ഇവിടെ CPM നേതാക്കന്മാർ വന്നുകൊണ്ട് അവരുടെ അണികളെ കൊണ്ട് ED ഉദ്യോഗസ്ഥരെയും അവർ വന്ന വാഹനയൊക്കെ തകർത്തത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ഞാൻ ഇന്നും തിരുവനന്തപുരത്ത് കോടതിയിലുണ്ടായിരുന്നപ്പോൾ അതിലെ പ്രതി അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ 70 ദിവസത്തോളം ഈ CPMകാരായ അണികൾക്ക്, പാവപ്പെട്ട അണികൾക്ക്, ഈ പണക്കാരൻ മുതലാളിയുടെയും മകളുടെയും സമ്പത്ത് സംരക്ഷിക്കാൻ ഇറങ്ങിയതിൻ്റെ പേരിൽ ED ആക്രമിച്ചതിൻ്റെ പേരിൽ ഈ അണികൾ ഇന്ന് കോടതി കയറി ഇറങ്ങിയാണ്. 70 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഹൈക്കോടതിയാണ് ഇവർക്ക് ജാമ്യം നൽകിയത്. അപ്പോൾ ഇങ്ങനെ സമാനതകളില്ലാത്ത അഴിമതികൾ നടക്കുന്നു. അത് അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നു. അത് നേതാക്കന്മാർ കൃത്യമായ ഗൂഢാലോചനകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ആ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ വലിയ അഴിമതി മുഖ്യമന്ത്രിയുടെ മകളെന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലേക്ക് അന്വേഷണങ്ങൾ വരുമ്പോൾ ആ പണം ആരുടെ കൈവശം, ആരിലേക്കൊക്കെ പോയി, ഏതൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് പോയി, അത് റിയാസിൻ്റെ സുഹൃത്തുക്കളുണ്ട്. റിയാസ് അദ്ദേഹത്തെ സ്വാഭാവികമായി വീണയുടെ ഭർത്താവ് എന്ന നിലയിൽ അതിൽ പങ്കുണ്ടായിരുന്നുകൊണ്ടല്ലോ ഈ പണം അങ്ങനെ പോയത് സുഹൃത്തുക്കൾ വഴി. അപ്പോൾ ആ സ്ഥാപനങ്ങളൊക്കെ സ്വാഭാവികമായി റെയ്ഡ് ഉണ്ടാവുന്നേ, അന്വേഷണം ഉണ്ടാവുന്നു. വെറുതെ ഒന്ന് ED പോയി റെയ്ഡ് നടത്തില്ലല്ലോ. അങ്ങനെ വെറുതെ റെയ്ഡ് നടത്തുന്ന ചരിത്രമൊന്നും EDക്കില്ല. ED കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത് നടത്തിയത്. പക്ഷേ അതിന് ഞാൻ പറയുന്നത് ഒരു മുൻ മന്ത്രിയും പൊതുപ്രവർത്തകൻ CPM നേതാവ് നിലയിൽ റിയാസ് ചോദ്യം ചെയ്യണം. ഞങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് റിയാസ് ഇത്രയൊക്കെ ഭയക്കുന്നത്? അതിന് സ്വാഗതം ചെയ്താൽ പോരെ. ഏത് അന്വേഷണത്തെയും ഞങ്ങൾ നേരിടാം. ഞങ്ങൾക്ക് യാതൊരുവിധ അഴിമതിയും നടത്താത്തത് കൊണ്ട് ഏത് അന്വേഷണം വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾ എല്ലാത്തിനെയും സ്വാഗതം ചെയ്തു എന്ന് നന്നായി പറയേണ്ടതിന് പകരം അദ്ദേഹം കിടന്ന് ഉരുളുകയാണ്. അദ്ദേഹം ഉരുളൽ ഒരു ശീലമാക്കിക്കോട്ടെ. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ഉരുളേണ്ടി വരും. ശരി.